ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക് അല്പനിമിഷങ്ങൾക്കകം പി ജെയിംസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിൽ പങ്കില്ലെന്ന ഇസ്രയേലിനെ പരാമർശിക്കാതെ ഇറാൻ ഒരു ആരോപണവും ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയുന്നു. ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 28-ാം തീയതിയാണ് നടക്കുക. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ അവഗാഹത്തോടെ സംസാരിക്കാൻ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ് പി ജെയിംസ്, ഇറാനിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അവിടുത്തെ വിദേശകാര്യമന്ത്രി അടക്കമുള്ള 9 പേർ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഷോക്ക് ഇറാനിലും പുറത്തും വലിയ ഒരു എന്താ പറയുക ഷോക്കാണുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുശോചന സന്ദേശങ്ങൾ എത്തുന്നു. ഇന്ത്യയിൽ നിന്ന് ദുഃഖാചരണം നടക്കുകയാണ്. ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് മാത്രമല്ല, തൊട്ടടുത്ത അറബ് രാജ്യങ്ങളിലൊക്കെ ഖത്തറിൽ, ഈജിപ്തിൽ, തുർക്കിയിൽ, പാകിസ്ഥാനിൽ ദുഃഖാചരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ലോകമെമ്പാടും ദുഃഖാചരണം നടക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അല്പം കടുത്തതാണ്. അവർ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഭീകരവാദത്തെ വളർത്താൻ, ഈ മേഖലയിൽ പശ്ചിമേഷ്യയിൽ വളർത്താൻ വലിയ രീതിയിൽ പങ്കുവഹിച്ച ആളാണ് ഇബ്രാഹിം റൈസി, പ്രസിഡന്റും ഇപ്പോൾ കൊല്ലപ്പെട്ടവരും. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൈകളിൽ രക്തമുണ്ട്, നിരപരാധികളുടെ രക്തമുണ്ട് എന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അമേരിക്ക വളരെ എന്താ പറയുക, മരണത്തിൽ സാധാരണ ദുഃഖം രേഖപ്പെടുത്തുകയാണ് പതിവ്. പക്ഷേ അമേരിക്കയുടെ പ്രതികരണം അല്പം വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കൾ അതിശക്തമായിട്ട് ഉള്ള നിലപാടുകൾ അവിടുത്തെ ഇറാനെതിരെ എടുത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരു ലിവറേജും ഇറാൻ നേതാക്കൾക്ക് കൊടുക്കാതെയാണ് ജോ ബൈഡൻ്റെ ഭരണകൂടം നിലപാടെടുത്തിട്ടുള്ളത്. വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം വളരെ സൂക്ഷിച്ചുള്ളതാണ്. അവർ ഒരു തരത്തിലും ദുഃഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ടില്ല. ഇതുവരെ മൗനം പാലിക്കുകയായിരുന്നു. ഒടുവിലാണ് വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം വന്നത്. പക്ഷേ റഷ്യയും ചൈനയും അഗാധമായ ദുഃഖമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് മക്ബീറിനെ വിളിച്ച് രാജ്യത്തിൻ്റെ ദുഃഖമറിയിച്ചു. എന്ന് മാത്രമല്ല, വലിയ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ, ലോകത്തിന് വലിയ രീതിയിലുള്ള സംഭാവന ചെയ്ത സ്റ്റേറ്റ്സ്മാൻ എന്നാണ് പുടിൻ തൻ്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത്. ചൈനീസ് മന്ത്രാലയവും ഷി ജിൻപിങ് ഒക്കെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ജൂൺ 28-ാം തീയതിയിലേക്കാണ് അവർ വെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് മക്ബീർ, അദ്ദേഹം അതേ യാഥാസ്ഥിക പാത പിന്തുടരുന്ന ആളാണ്. അദ്ദേഹം തന്നെ വീണ്ടും പ്രസിഡന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ ആൾക്കാരെ കുറിച്ചുള്ള ചർച്ചകളൊന്നും വന്നിട്ടില്ല. എന്തായാലും എസ് കെ എൻ, ഇതൊരു അട്ടിമറിയാണ് എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത പ്രചരണങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങളിത് ഈ തരത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. ഇത് മാത്രമല്ല, ഒരു വിശദീകരണം വരുന്നത്, ഒരു രാജ്യത്തിൻ്റെ തലവനെ കൊല ചെയ്താൽ അതൊരു യുദ്ധത്തിലെത്തുമെന്ന് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് ഇസ്രായേൽ അത് ചെയ്യില്ല എന്നുള്ള വാദമുഖങ്ങളുണ്ട്. തിരിച്ച് 3 ഹെലികോപ്റ്ററുകൾ പോകുന്നു, 1 മാത്രം താഴെ വീഴുന്നു. ഒരുപാട് സംഭവവാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 40 മുതൽ 50 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ് ഇതെന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ എന്തുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു, ഇനി ഇറാനിലെ തന്നെ ചിലർ ഇതിൻ്റെ പിറകിലുണ്ടോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇറാൻ ഞെട്ടിയിരിക്കുകയാണ്. ഇറാൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് കടന്നുപോയത്. ഉക്രൈൻ യുദ്ധത്തെ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ ഒക്കെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചു കൊണ്ടിരുന്ന നേതാവ്, ഒരു പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയുമാണ് കടന്നുപോയിരിക്കുന്നത്. എസ് കെ. ഓക്കെ പി ജെയിംസ്, നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. താങ്കൾ അവിടെ തന്നെ നിൽക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.